ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും ഗ്രാനി ചാപ്റ്റർ 1 ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഇത് സ്പൈഡർ വഴി എസ്കേപ്പ് ആവണമെങ്കിലും ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഗൈസ്. ഓക്കെ, മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ നിന്ന് രക്ഷ വരണം. നമ്മൾ ചെയിൻ കട്ടർ കിട്ടിയായിരുന്നു. ചെയിൻ കട്ടർ വെച്ച് നമ്മളത് മുറിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, നമുക്കിനി പാഡ് ലോക്കിങ് കൊണ്ട് പോകാം. ഓക്കെ, പാഡിലോക്കി നമുക്ക് അവിടെ കൊണ്ടുപോയി അത് തുറക്കണം ഗൈസ്. അപ്പോൾ എട്ടുകാലിപ്പോൾ എവിടെയാണെന്ന് നമുക്ക് അറിയില്ല ഗൈസ്. പുള്ളിക്കാരത്തി വരുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. കൊതിയായി വരുന്നുണ്ട് ഗൈസ്. നമ്മൾ കണ്ടു ഗൈസ്. പുള്ളിക്കാരത്തി സൗണ്ട് ഉണ്ടാക്കി അങ്ങോട്ട് ഓടി. ഓക്കെ ഗൈസ്, പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയോ എന്ന് എനിക്കറിയില്ല. അത് ഇവിടെ തന്നെ നിൽക്കുവാണോ എന്നും എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. എനിക്ക് പോകാൻ പേടിയാവുന്നുണ്ട് ഗൈസ്. സത്യമായിട്ടും പേടിയാവുന്നുണ്ട്. ഒക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് ഗൈസ്. ഒക്കെ പുള്ളിക്കാരത്തി അങ്ങോട്ട് പോകുന്നുണ്ട്. സ്പൈഡർ അമ്മച്ച് അങ്ങോട്ട് പോകുന്നുണ്ട് ഗൈസ്. തിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടു ഗൈസ്. നമുക്ക് ഓക്കെ പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയിട്ട് നമുക്ക് വേഗം പോവാം. ഓക്കെ, ഓടിക്കോ ഗൈസ്. പക്ഷേ നമുക്ക് വുഡ് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല ഗൈസ്. വുഡിനിപ്പോൾ എവിടെ പോയി നമ്മൾ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ അത് തുറക്കാം ഗൈസ്. ഓക്കെ, അത് തുറന്നിട്ടുണ്ട് ഗൈസ്. ഇനി ആ വുഡ് മാത്രം മതി ഗൈസ്. ഓക്കെ, ലിവർ എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ആ സാധനം കണ്ടുപിടിക്കണം. അതിനു മുമ്പ് എട്ടുകാലി ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് കയറാൻ ചാൻസ് ഉണ്ട് ഗൈസ്. പുള്ളിക്കാരത്തി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എട്ടുകാലി അമ്മച്ചാണ് ഗൈസ്. അമ്മാതിരി സീനാണ്. നമ്മളിതുവരെയായിട്ടും ഗ്രാനിയുടെ മുമ്പിലും പെട്ടിട്ടില്ല. സ്പൈഡർ അമ്മച്ചിയുടെ മുമ്പിൽ നമ്മൾ പെട്ടിട്ടില്ല ഗൈസ്. അപ്പോൾ ഇനി അങ്ങോട്ട് പെടാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കണം. ഓക്കെ, പുള്ളിക്കാരത്തി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. സ്പൈഡർ അമ്മച്ചി വരുന്നുണ്ടെന്ന് തോന്നുന്നു. സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, കുനിഞ്ഞിരുന്ന് കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഗൈസ്. കാണാനില്ലല്ലോ. അമ്മച്ചി പോയിന്നോണോ അങ്ങോട്ടേക്ക്? ഓക്കെ, നമുക്ക് എന്തായാലും വേഗം പോകാം ഗൈസ്. ഓക്കെ, നമുക്കിനി അവിടെ പോയി സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് വരാം. പക്ഷേ സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യമില്ല ഗൈസ്. കാരണം സ്ക്രൂ ഡ്രൈവറിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ എന്തായാലും ആ വുഡ് കിട്ടാൻ ചാൻസ് ഇല്ല. മിക്കവാറും അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടാൻ പോകുന്നത് മിക്കവാറും പാഡിലോക്കി അങ്ങനെയുള്ള സംഭവമൊക്കെ ആയിരിക്കും കിട്ടുള്ളൂ. ഇതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ഗൈസ്. പിന്നെ നമ്മൾ ഒരു വഴിക്ക് പോകുന്നില്ലെന്ന് വെച്ചിട്ടാണ് ഞാനത് എടുത്തത്. ഓക്കെ, നമുക്ക് എന്തായാലും അത് ഇവിടെ കൊണ്ടുവന്നിടാം. ഓക്കെ ഗൈസ്, നമുക്ക് ഹാമർ എടുത്തുകൊണ്ട് നമുക്ക് ഗ്രാനി അമ്മച്ചിയുടെ അടുത്തേക്ക് പോയാലോ ഗൈസ്. കാരണം അവിടെ ഒരു പ്ലാങ്ക് തുറക്കാനുണ്ട്. മിക്കവാറും അതിൻ്റെ ഉള്ളിൽ വുഡ് ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഓക്കെ, എന്തായാലും നോക്കാം ഗൈസ്. അമ്മച്ചി വരുന്നുണ്ട്. സ്പൈഡർ അമ്മച്ചി വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇതേ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് സ്പൈഡർ അമ്മച്ചി. അങ്ങോട്ടേക്ക് മേളിലേക്ക് കയറി പോവുകയാണെങ്കിൽ നമുക്കത് പോയി രക്ഷപ്പെടായിരുന്നു. ഓക്കെ, അമ്മച്ചി അങ്ങോട്ടേക്കാണ് ഗൈസ് പോയത്. ഓക്കെ, ഇതേ പോകുന്നതാണ് അമ്മച്ചി. നമുക്ക് അയ്യോ ഗൈസ്, ജസ്റ്റ് മിസ്സിനാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അമ്മച്ചി തീർത്തേനെ. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വഴി ഇറങ്ങാം ഗൈസ്. ഓക്കെ, ഈ വഴി അങ്ങോട്ടേക്ക് ഇറങ്ങാം. അമ്മച്ചി ഇവിടെ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നില്ലേ? ഓക്കെ, ഗ്രാനി അമ്മച്ചി ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. ഓക്കെ, പുള്ളിക്കാരത്തി എന്തായാലും ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമുക്കപ്പോൾ തന്നെ പുള്ളിക്കാരത്തിനെ വിളിച്ചു വരുത്താം ഗൈസ്. ഓക്കെ, പുള്ളിക്കാരത്തി ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വരും ഗൈസ്. ഓക്കെ, വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ പുള്ളിക്കാരത്തിനെ കാണാനില്ല. ഓക്കെ, ഇതേ പുള്ളിക്കാരത്തി വരുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഗ്രാനി ഈ വഴി വാ. നമുക്ക് അപ്പുറം വഴി കറങ്ങി പോകാനാണ് ഗൈസ് എളുപ്പം. ഓക്കെ, നമുക്കതാണ് ഡയറക്റ്റ് കയറി പോയാൽ മതി. ഓക്കെ, നമുക്കിനി അവിടെ പോയി ആ പ്ലാങ്ക് ഓപ്പൺ ചെയ്യണം ഗൈസ്. അതിൻ്റെ ഉള്ളിൽ മിക്കവാറും വുഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഇതുവരെ നോക്കിയ സ്ഥലത്തൊന്നും വുഡ് കണ്ടില്ല ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ഗൈസ്. ഇപ്പോൾ കിട്ടുമല്ലോന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് എന്തായാലും നോക്കി വെക്കാം. പ്ലീസ് വുഡായാൽ മതിയായിരുന്നു ഗൈസ്. വുഡും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ ഉറപ്പിക്കാം. പക്ഷെ ഉറപ്പിക്കാൻ പറ്റില്ല. അമ്മച്ച ഗൈസ് കിട്ടി ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ വുഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഗ്രാനി വരുമോ എന്ന് നോക്കാം ഗൈസ്. ഗ്രാനി വരുന്നില്ല എന്ന് നമുക്ക് വേഗം പോവാം. ഓക്കെ, അങ്ങനെ ഫൈനലി നമുക്ക് വുഡും കൂടി കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവിടെ നമ്മളെന്തായാലും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ചെയിൻ എന്തായാലും നമ്മൾ മുറിച്ചിട്ടുണ്ട്. ചെയിൻ കട്ടർ വെച്ച് പാഡിലോക്ക് വെച്ച് ആ ലോക്കും നമ്മൾ ഓപ്പൺ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി ഇത് മാത്രം അവിടെ കൊണ്ട് വെച്ചാൽ മതി ഗൈസ്. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ട്രാപ്പ് ഉണ്ട് ഗൈസ്. കാരണം മറ്റേ സ്പൈഡർ അമ്മച്ചി പുള്ളിക്കാരത്തിന് മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ തീർന്ന്. ഇതുവരെയായിട്ട് നമ്മൾ പെട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി പെട്ട് കഴിഞ്ഞാൽ സീനായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫൈനലി വുഡും കൂടി കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും ബുദ്ധിപൂർവ്വം കളിക്കണം ഗൈസ്. അപ്പോൾ ഇതും കൂടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇതും കൂടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ്കേപ്പ് തീരും ഗൈസ്. അങ്ങനെ ചാപ്റ്റർ 1 3 എസ്കേപ്പ് അങ്ങനെ തീരും. ഓക്കെ, അമ്മച്ചി വരുന്നുണ്ടോ നോക്കട്ടെ ഗൈസ്. അപ്പോൾ സ്പൈഡർ അമ്മച്ചി
ഒച്ചയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ പുള്ളിക്കാരത്തി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ നമുക്ക് പയ്യെ പോയാൽ മതി ഗൈസ്, പയ്യെ പോയാൽ മതി, ധൃതിയൊന്നുമില്ല. ഓക്കെ നമ്മൾ ഇത്ര എത്തിച്ചു, ഇനി നമ്മൾ പിടിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ബുദ്ധിപൂർവ്വം കളിച്ച് പോകണം. അമ്മച്ചി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതേ പോണു നമ്മളെ കണ്ടു ഗൈസ്, നമ്മളെ കണ്ടു വയലൻ്റായി ഗൈസ്. ഓക്കെ പുള്ളിക്കാരത്തി വയലൻ്റായി. ഓക്കെ പക്ഷേ പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയി ഗൈസ്. നമുക്കിനിപ്പോൾ എങ്ങോട്ട് പോവാം? പുള്ളിക്കാരത്തിന് അവിടെ നിൽപ്പുണ്ട്, നമ്മളെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ സീനാണ് ഗൈസ്. പിന്നെ നമ്മൾ പിന്നെ ഒന്നും തുടങ്ങേണ്ടി വരും. ഓക്കെ പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാം. പുള്ളിക്കാരത്തി അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാം ഗൈസ്. കാരണം അല്ലെങ്കിൽ നമ്മൾ പിടിക്കും, ഉറപ്പാണ്. പുള്ളിക്കാരത്തി മിക്കവാറും അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ആ ലിഫ്റ്റിൻ്റെ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇപ്പം പുള്ളിക്കാരത്തിക്ക് അന്യായ സ്പീഡാണ് ഗൈസ്, നമ്മുടെ ഗ്രാനി അമ്മച്ചിനെ കൂട്ടല്ല. ഓക്കെ ഏറ്റവും ടെററായ സംഭവമാണ് ഈ സ്പൈഡർ അമ്മച്ചി. സീനാണ് ഗൈസ്, നമുക്ക് എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടേ പറ്റും എന്തായാലും. ഓക്കെ ഗൈസ് സ്പൈഡർ അമ്മച്ചിനെ കാണുന്നില്ലല്ലോ ഗൈസ്. ഓക്കെ പുള്ളിക്കാരത്തി വരുന്നില്ലല്ലോ. ഓക്കെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ പുള്ളിക്കാരത്തി അങ്ങോട്ട് കയറി പോവുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാവും ഗൈസ്. കാരണം ഇത് കൊണ്ടുവച്ചാൽ മാത്രം മതി നമ്മളെവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ. ഓക്കെ ഇനിയിപ്പോൾ ഗൈസ് കാണാനില്ല പുള്ളിക്കാരത്തിനെ, എവിടെ പോയി കിടക്കുക ഈ അമ്മച്ചി. സ്പൈഡർ അമ്മച്ചി, ഓക്കെ സ്പൈഡർ അമ്മച്ചി വരുന്നുണ്ട് ഗൈസ്. ഓക്കെ നമ്മളെ കണ്ടു. ഓക്കെ നമ്മൾ കണ്ടു ഗൈസ്, കണ്ട് സ്പൈഡർ അമ്മച്ചി അവനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരത്തി ഇവിടെ വരും. ഓക്കെ ഇത് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ അങ്ങോട്ട് മുകളിലേക്ക് കയറി പോകും എൻ്റെ പൊന്നമ്മച്ചി. ഗൈസ് ആ പുള്ളിക്കാരത്തി തിരിച്ചു പോവാണ്. വൈ ഗൈസ് പുള്ളിക്കാരത്തി തിരിച്ചു പോവാണ് ഗൈസ്. ഓക്കെ ഇത് എന്ത് കഷ്ടമാണ് ഗൈസ്. എനിക്കറിയില്ല ഗൈസ്, പുള്ളിക്കാരത്തി പിടിക്കാണ്ട് എങ്ങനെയും നോക്കണം. കാരണം ഈ വുഡും കൂടി വെച്ചാൽ മാത്രം മതി എനിക്ക്. ഓക്കെ പുള്ളിക്കാരത്തി വീണ്ടും വരുന്നുണ്ട് ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും കൂടെ മാറിയിരിക്കാം. ഇനി നമ്മളെ കണ്ടോണ്ടാണ് പുള്ളിക്കാരത്തി അങ്ങോട്ടേക്ക് പോകണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇങ്ങോട്ടേക്ക് മാറിയിരിക്കാം ഗൈസ്, നമുക്കിത് എങ്ങനെയും അവിടെ കൊണ്ട് വെക്കണം. ഓക്കെ ഇതേ പുള്ളിക്കാരത്തി മേളിൽ കയറി പോവാണ്. ഓക്കെ പൊക്കോ, അങ്ങോട്ട് പൊക്കോ. ഓക്കെ നമുക്ക് അങ്ങനെ ഫൈനലി നമ്മൾ രക്ഷപ്പെടാൻ പോവാണ് ഗൈസ്. രക്ഷപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ് നമ്മൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഫൈനലി രക്ഷപ്പെടാൻ പോവാണ് ഗൈസ്. ഓക്കെ ബൈ ഗ്രാൻഡ്മ, ബൈ സ്പൈഡർ അമ്മച്ചി. ഓക്കെ ഓപ്പൺ ആവുന്നുണ്ട്. ഓക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും പോവാം. ബൈ ഗൈസ്, ബൈ. ഗൈസിനോടല്ല ഗ്രാനി, ഗായ്. ഓക്കെ ഗ്രാനി അങ്ങനെ ഞാൻ പോയേക്കാണ്. ഓക്കെ പുള്ളിക്കാരത്തേക്ക് ഇതേ വന്ന് നിൽക്കണം. ഓക്കെ ഗ്രാനിയും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നാൽ നമ്മൾ പെട്ടേനെ, ശരിക്കും പെട്ടേനെ. ഓക്കെ എന്തായാലും ഗൈസ് അങ്ങനെ ആ എസ്കേപ്പും തീർന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗ്രാനി 3 ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ് ബൈ.